നമ്മൾ അവിടെ സ്റ്റോറിലും അവിടെയും പരിശോധിച്ചപ്പോ പഴയ സാധനങ്ങൾ ഈ താഴികക്കുടം മാത്രം കാണാൻ പറ്റും. അവിടെ ഇരുന്ന താഴികക്കുടങ്ങൾ മാറ്റുകയും 1900 കിലോ ചെമ്പ് കൊണ്ടുവന്ന് പുതിയ താഴികക്കുടങ്ങൾ അതേ അളവിൽ ഉണ്ടാക്കുകയും ആ പുതിയ ഉണ്ടാക്കിയ താഴികക്കുടങ്ങളിലാണ് സ്വർണ്ണം ഒട്ടിച്ചു അറിയാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 3, 5, 4, 9 അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതവിടെ കാണാൻ കഴിയും. നമസ്കാരം. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും അതേപോലെ വിഗ്രഹങ്ങൾ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ചും അതേപോലെയുള്ള ആന്റിക്കുകൾ തട്ടിപ്പോയതിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഈ അടുത്ത കാലം വരെ എല്ലാം കേട്ടത്. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ കൊള്ള. ഏറ്റവും വലിയ കൊള്ള നടന്നത് വിജയ് മല്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ഇവിടെ വന്ന് നടത്തിയ വൻ കൊള്ളയാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിലപ്പുറമുള്ള ഏറ്റവും വലിയ കൊള്ളയാണ് വിജയ് മല്യ നടത്തിയിട്ടുള്ളത്. അന്ന് അതിൽ പങ്കാളിയായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് VGK മേനോനും പിന്നെ പിണറായി വിജയനുമാണെന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത്. അതായത് ശബരിമല സ്വർണം പൂശുന്ന എന്ന പേരിൽ ഏകദേശം 18 കോടി രൂപ ചെലവഴിച്ച് അദ്ദേഹം നടത്തിയ ആ പ്രഹസനം, അതായത് എല്ലാവരും മുന്നിൽ അദ്ദേഹം അയ്യപ്പൻ്റെ ഭക്തനാണ്, അങ്ങനെ അയ്യപ്പന് വേണ്ടിയിട്ട് നൈവേദ്യം എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പണം ചെലവഴിച്ചത് എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ളത്. എന്നാൽ ശബരിമലയിൽ സ്വർണം പൂശുന്നതിൻ്റെ ഭാഗമായി ശബരിമല പൂർണ്ണമായിട്ടും അമ്പലം പൂർണ്ണമായി കയ്യിൽ കിട്ടുക, അവിടെയുള്ള 9 താഴികക്കുടങ്ങൾ അടിച്ചു കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം വന്നത് എന്നുള്ള വിവരമാണ് സത്യം. അത് ഞാൻ നേരത്തെ പബ്ലിഷ് ചെയ്തതാണ്. എന്നാൽ അതിൻ്റെ വ്യക്തമായ തെളിവ് ഞാൻ പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോഴിതാ ഞാൻ പുറത്തുവിടുകയാണ്. അന്നേരത്തെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറായ ശ്രീ രാധാകൃഷ്ണൻ അത് വെളിപ്പെടുത്തുകയാണ്. ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതായത് 30 ലക്ഷം കോടി രൂപ വില വരുന്ന, അതിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വില വരുന്ന, ലോക മാർക്കറ്റിൽ ഇപ്പോൾ ഏത് സാധനം വിറ്റാലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വില കിട്ടുന്ന ഇറീഡിയം പവർ എന്ന പേരിൽ അറിയപ്പെടുന്ന മൾട്ടിപ്പിൾ എനർജി അടങ്ങിയിട്ടുള്ള താഴികക്കുടങ്ങൾ, അതായത് 10-200 വർഷങ്ങൾ പിന്നിടുമ്പോൾ ചെമ്പ് പാത്രങ്ങളിൽ, അതായത് ഒറിജിനൽ ചെമ്പ് മെറ്റീരിയലിൽ ഈ ഇടിമിന്നൽ വഴി പവർ കയറും. ആ പവറാണ് ഈ പറയുന്ന മൾട്ടിപ്പിൾ എനർജി എന്ന് പറയുന്നത്, റാൻഡം എനർജി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇറീഡിയത്തിന് വലിയ വിലയൊന്നുമില്ല. അവിടെ ഇറീഡിയം അല്ല, ഇറീഡിയം പവർ എന്ന് പറയുന്ന എനർജിയാണ്. ഇതിനെക്കുറിച്ച് അബ്ദുൽ കലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ സംഭവമാണ് കൃത്യമായി മനസ്സിലാക്കിയത്. റൈസ് അടക്കമുള്ള ധാന്യങ്ങൾ അതിലേക്ക് അട്രാക്ട് ചെയ്യും, അത് കരിഞ്ഞു വീഴും, അതിലേക്ക് റേഡിയേഷൻ പകരും. അങ്ങനെയാണ് കൃത്യമായി ഇവിടെ വന്ന് വിജയ് മല്യ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇത് കേരളം ഞെട്ടുന്ന ഒരു സംഭവമാണ്. ഇതുവരെ വന്ന നമ്മളെ മുന്നിലുള്ള എന്താണ്, സ്വർണം പൂശിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിനേക്കാൾ ഏറ്റവും വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 1998, 2000 കാലഘട്ടത്തിലാണ് ഇത് നടന്നുള്ളത്. അന്ന് അരവണ പായസത്തിൽ അഴിമതി വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതിന്റെ പേരിൽ കേസും നേരിട്ടുള്ള ആളാണ് ഞാൻ. ആ കേസുകളിലെല്ലാം ഞാൻ വിജയിച്ചിട്ടുണ്ട്. VS അച്യുതാനന്ദൻ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം സത്യം മനസ്സിലാക്കി എൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചു. VGK മേനോൻ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. നേരിട്ട് അദ്ദേഹത്തെ വിസ്തരിച്ചു. അതിൽ ഞാൻ വിജയിച്ചു. അന്ന് ഞാൻ സാക്ഷിയെ വിസ്തരിച്ചുള്ള ആളാണ് ശ്രീ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ആധികാരികമാണ്, തികച്ചും സത്യമാണ്. ഇത് സംബന്ധിച്ച് ഞാൻ SITക്ക് ക്രൈംബ്രാഞ്ചിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് ഹൈക്കോടതി ഫയൽ ചെയ്യാൻ പോവുകയാണ്. അതായത് ഇവിടെ നടന്ന ഏറ്റവും വലിയ കൊള്ള നടന്നത് വിജയ് മല്യ ഇവിടെ വന്ന് തട്ടിക്കൊണ്ടുപോയ ഈ പറയുന്ന താഴികക്കുടങ്ങൾ വഴിയാണെന്നുള്ള സത്യമാണ് ഞാൻ പുറത്തുവിടുന്നത്. നമുക്ക് ആ ഇന്റർവ്യൂവിൽ പോകാം. തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഇന്റർവ്യൂ സിന്ധു കൃഷ്ണയാണ് നടത്തിയിട്ടുള്ളത്. ക്രൈമിൽ മുമ്പ് സരിതാ നായരുടെ യഥാർത്ഥ കഥ 2006 കേരളത്തിൽ ആദ്യമായി സരിതാ നായരുടെ തട്ടിപ്പിന്റെയും ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പിന്റെയും കഥ പുറത്തു കൊണ്ടുവന്ന, യഥാർത്ഥ സ്റ്റോറി കൊണ്ട് പുറത്തു കൊണ്ടുവന്ന, അതോടൊപ്പം രശ്മി കൊലക്കേസിൽ ഇവര് രണ്ടുപേരും ചേർന്നിട്ടാണ് കൊന്നത് എന്ന് പറയുന്ന ഹൈ എക്സ്പ്ലോസീവ് വാർത്ത പുറത്തു കൊണ്ടുവന്ന ആളാണ് സിന്ധു കൃഷ്ണ. ശ്രീ രാധാകൃഷ്ണനുമായി നടത്തിയ ഇന്റർവ്യൂ നമുക്ക് പൂർണ്ണമായി കേൾക്കാം. 1999 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്ന CR രാധാകൃഷ്ണൻ സാറാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് ശബരിമലയുമായി ബന്ധപ്പെട്ട്
ഒരുപാട് വിവാദപരമായ ഒരുപാട് സംഭവങ്ങൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അഴിമതി കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുള്ള ഒരാളാണ്. നമസ്കാരം സാർ. നമസ്കാരം. സാർ 2022 ശബരിമലയിലെ അരവണ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാറിനെ കോടതിയിൽ വിസ്തരിച്ചിരുന്നു അല്ലേ സാർ? അതുമായിട്ട് ആസ്പദമായ സംഭവം എന്താണ് സാർ ഓർക്കുന്നത്? അത് 1900 അന്ന് ശ്രീമാൻ BGK മേനോൻ മെമ്പർ ആയിരുന്ന കാലം, പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ്. അന്ന് ഈ ദേവസ്വം ബോർഡിലെ അരമണ നിർമ്മാണം മെക്കനൈസ് ചെയ്യാൻ തീരുമാനമെടുത്തു. അപ്പൊ അന്ന് ബോർഡ് സാധാരണ ബോർഡിൽ 3 അംഗങ്ങളാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ആ നിർണായകമായ തീരുമാനം എടുക്കുമ്പോൾ അതിലെ ഒരു പ്രസിഡന്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രസിഡന്റ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിയമപരമായി യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. കാരണം ഈ അതുവരെ 1999 വരെ ഈ ദേവസ്വം ബോർഡിലെ ശബരിമല ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അരവണ നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന മാനുവലായിട്ടാണ്. അപ്പൊ അത് നമ്മള് പ്ലാസ്റ്റിക് കണ്ടെയ്നർ വാങ്ങിച്ച് അരവണ നിർമ്മിച്ച് അതിൽ നിറച്ച് 250 ml കണ്ടെയ്നറായിട്ടാണ് വിറ്റുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് നമ്മള് അതിന്റെ നിർമ്മാണ കൂലി എല്ലാം കൂടെ നമ്മളെ സാധന വില എല്ലാം കൂടെ 3 രൂപ 20 പൈസയാണ് 250 ml കണ്ടെയ്നർ ആയിക്കൊണ്ടിരുന്നത്. ആ ഭാഗത്താണ് പെട്ടെന്ന് പഞ്ചമി പാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വകാര്യ കത്ത് കൊടുത്തു. കത്തിന്റെ അടിസ്ഥാനത്തിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല, ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നില്ല, അതിനുള്ള കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഈ കമ്പനിക്ക് ഒരു പ്രീ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നിട്ടും ഒരാള് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള ശരിയായ അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നിട്ടും അദ്ദേഹം പഞ്ചമി പാക്കിന് അത് മെക്കനൈസ് ചെയ്യാൻ അനുവാദം കൊടുത്തു ആ കമ്പനി. അത് സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി പിൽക്കാലത്ത്. അപ്പൊ അനുവാദം കൊടുക്കുക മാത്രമല്ല, നമ്മള് അതുവരെ ദേവസ്വം ബോർഡിന് 3 രൂപ 20 പൈസയ്ക്ക് ഒരു കണ്ടെയ്നർ നിറച്ച് വിൽപ്പന നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ അതേ കണ്ടെയ്നർ പഞ്ചമി പാക്ക് എന്ന് പറഞ്ഞ കമ്പനി ഇറ്റലിയിൽ നിന്നൊരു മിഷൻ കൊണ്ടുവന്ന് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് ഈ എക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നർ നിറച്ചു കൊടുത്തതിന് 10 രൂപ 50 പൈസ വെച്ചാണ് അവർക്ക് ലേബർ ചാർജസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലേബർ ചാർജസ് മാത്രം നമ്മൾ സാധന വില ഇറക്കും. അപ്പൊ അത് അക്കണക്കില് ഒരു വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 17 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് കണക്കാക്കുന്നത്. അങ്ങനെ 7 വർഷമാണ് ആ ഡീൽ കൊടുത്തത്. അത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളുണ്ടായി. ശബരിമലയിലെ അരവണ നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവന്നത് ക്രൈം നന്ദകുമാർ. തീർച്ചയായും. അപ്പൊ ക്രൈം നന്ദകുമാറിനെതിരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെന്ന്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല, അന്ന് ശ്രീമാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ന് സംസ്ഥാന സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ BS അച്യുതാനന്ദൻ, അദ്ദേഹവും കേസ് കൊടുത്തു. ക്രൈം നന്ദകുമാറിനെതിരെ ഡിഫാമേഷൻ കേസ്. കാരണം ഈ ഡീലില് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നാണ് ഈ BGK മേനോന്റെ ഈ ഡീലില് അദ്ദേഹത്തിനും ശ്രീമാൻ BS അച്യുതാനന്ദനും ബന്ധമുണ്ടെന്നാണ് ന്യൂസ് വന്നത്. അത് തന്നെയാണ് പുറത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് രണ്ടുപേരും ക്രൈം നന്ദകുമാറിന്റെ ഡിഫാമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. പിന്നീട് ഇതിന് കുറെ ഡീറ്റെയിൽസ് പുറത്തു വന്നപ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട BS ആ കേസ് പിൻവലിച്ചു. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് BGK മേനോൻ കേസുമായിട്ട് ആ കേസ് എറണാകുളത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിലാണ് നടന്നത്. അന്ന് ശ്രീമാൻ നന്ദകുമാർ തന്നെയാണ് ആ കേസ് വാദിച്ചത്. അവസാനം അതിന് ഞാൻ അന്ന് സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷമാണ് അതിന്റെ സാക്ഷി പറയാനും അതിന്റെ രേഖകൾ കൊടുക്കാനും പോയത്. എവിഡൻസ് എല്ലാം കേട്ടു. കോടതി അത് വളരെ വ്യക്തമായി കേട്ടതിന് ശേഷം BGK മേനോന്റെ നടപടി തെറ്റാണെന്നാണ് കോടതി വിധി പുറപ്പെടുവിക്കേണ്ടത്. 98 UB ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ശബരിമലയിലെ ശ്രീകോവിലിൽ സ്വർണം പൂശാനായി എത്തിയിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം 33.9 കിലോ സ്വർണവും ഏകദേശം 1900 കിലോഗ്രാം ചെമ്പുമാണ് പൂശിയതും. അദ്ദേഹത്തിന് ഏകദേശം 18 കോടിയോളം രൂപ
ഈ സ്വർണ്ണഭൂഷണനായി ചെലവായെന്നും കേട്ടിരുന്നു. എന്നാൽ അതേ തുടർന്ന് ഒരുപാട് അഴിമതി കഥകളാണ് പിന്നെ പുറത്തു വന്നിരിക്കുന്നത്. സർ, യഥാർത്ഥത്തിൽ അന്ന് അമ്പലത്തിൽ ശ്രീകോവിലിനുള്ളിലെ ദാരുശില്പങ്ങളെയും സ്വർണ്ണം പൂശിയതായി കേട്ടിരുന്നു. ഇതിനെ കുറിച്ചൊക്കെ സാറിന് അറിവുണ്ടായിരുന്നു? അന്ന് ആദ്യം 1975 ഇതിന്റെ റിപ്പോർട്ട് വരുന്നത്. അപ്പൊ അന്ന് എൻ ഭാസ്കരൻ നായർ സാറാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കെ തന്നെ ബോർഡ് മാറുകയും ശ്രീമാൻ BG കെ മേനോനും MVG നമ്പൂതിരി അടങ്ങുന്ന പുതിയ ബോർഡ് വരികയും ഈ കാലത്താണ് അത് കൂടുതൽ ഈ വിജയ് മല്യയുടെ റിക്വസ്റ്റ് വരികയും അത് അവര് കൺസിഡർ ചെയ്യാൻ തീരുമാനിക്കുക. അന്ന് അതുവരെ ശബരിമല ശ്രീകോവിലിന്റെ മുകളിൽ ചെമ്പ് ചെറിയ തകിട് കൊണ്ട് പാകിയ ശ്രീകോവില് ഒരു 3 താഴികക്കുടങ്ങളുമാണ്. അതും ചെമ്പായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ബാക്കി വശങ്ങളിലോ താഴെയോ മറ്റൊന്നും പൂശിയിരുന്നില്ല. അത് ദ്വാരപാലക വിഗ്രഹങ്ങളെല്ലാം ശിലകൾ തന്നെയായി. അപ്പൊ അന്ന് അതിനുശേഷം 1999 ഇതിന്റെ 98 എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി 99 എന്റെ പണി ആരംഭിക്കുക. അപ്പൊ UB ഗ്രൂപ്പിന് വേണ്ടി അവരുടെ ഒരു ഏജന്റ് ഒരു ഓഡിറ്റർ ഉണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഈ എഗ്രിമെന്റിൽ ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയറും ആ ഓഡിറ്ററും തമ്മിലാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ച് പണി തുടങ്ങി. അപ്പൊ അതനുസരിച്ച് അവരുടെ വാഗ്ദാനം എന്ന് പറയുന്നത് അവര് 34 കിലോ തനി തങ്കം പല ഘട്ടങ്ങളിലായി അവിടെ കൊണ്ടു, 1900 കിലോ ചെമ്പ്, അതുകൊണ്ട് 22 ഗേജുള്ള ചെമ്പാണ് കൊണ്ടുവന്നത്. അപ്പൊ കൊണ്ടുവരികയും അത് സിംഗപ്പൂരിൽ നിന്നോ മറ്റോ വാങ്ങിച്ച് ആദ്യം 10 സംതിങ് കിലോ തങ്കം കൊണ്ടുവന്നു. പിന്നെ ബാക്കി 2 ഘട്ടങ്ങളിലായി അദ്ദേഹം 34 കിലോ തങ്കം അവിടെ കൊണ്ടുവന്നു. അപ്പൊ അവിടെ കൊണ്ടുവന്ന ശ്രീകോവിലിന്റെ റൂഫിന്റെ പണികൾ ചെയ്യുമ്പോൾ പഴയ ചെമ്പ് ഷീറ്റുകൾ മാറ്റി ഇദ്ദേഹം കൊണ്ടുവന്ന ചെമ്പുകൾ പുതിയ ഷീറ്റ് ഉണ്ടാക്കിയാണ് അത് ചെയ്തത്. അതോടൊപ്പം തന്നെ അവിടെ അതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന 3 താഴികക്കുടങ്ങൾ ചെമ്പിൽ തീർത്ത താഴികക്കുടങ്ങൾ ഇളക്കിയിട്ട് പുതിയ ചെമ്പ് ഫോർമേറ്റ് ചെയ്ത് അതിനകത്താണ് സ്വർണം ആഡ് ചെയ്തത്. അത് ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് ബോർഡ് റിക്വസ്റ്റ് ചെയ്തു ഇതിന്റെ മുൻവശമുള്ള ദ്വാരപാലക വിഗ്രഹങ്ങൾ ആ വശങ്ങളിലുള്ള അയ്യപ്പ ചരിതങ്ങളും അതിന്റെ പ്രധാനപ്പെട്ട തൂണും ഒക്കെ കൂടി ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ അങ്ങനെയാണ് അത് പിന്നീട് അതും അവര് ചെയ്തു ഈ 99 എന്നിട്ട് അവര് പണി തീർന്നപ്പോ അവരുടെ മദ്രാസിലുള്ള ഒരു സ്വർണ്ണ കടയാണ്, സ്വർണ്ണ വ്യവസായിയാണ്, അത് അവിടെ അദ്ദേഹം തൊഴിലാളിയുമായിട്ടാണ് ചെയ്തത്. അപ്പൊ അത് ചെയ്തപ്പോ മൊത്തം പണി നിന്ന് 30.3 കിലോ 30.289 അങ്ങനെ 30.3 കിലോ തങ്കമാണ് അവിടെ ചെലവായത്. അപ്പൊ അത് തന്നെ അദ്ദേഹം ഓരോ ഭാഗത്തും അത് റൂഫിൽ എത്ര, അപ്രോക്സിമേറ്റ് എത്ര, പിന്നെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ എത്ര, പിന്നെ ശ്രീകോവിലിന്റെ കഥകില് എത്ര, കട്ടിളപ്പാളിയിൽ എത്ര, അതിന്റെ പ്രഭാമണ്ഡലത്തിൽ എത്ര, അതിന്റെ ചുറ്റുമുള്ള പിന്നെ അയ്യപ്പ ചരിതങ്ങൾ എത്ര എന്നൊക്കെ പറഞ്ഞ അപ്രോക്സിമേറ്റ് ഒരു കണക്ക് തയ്യാറാക്കി ആ ഇൻവെന്ററി ദേവസ്വം ബോർഡിൽ സമർപ്പിച്ചു ദേവസ്വം ബോർഡ് അത് അക്കൗണ്ട് ചെയ്യപ്പെട്ടു. അവിടുത്തെ ഫയലിലുള്ള രേഖകളുമുണ്ട്. അതാണ് 2018 പിന്നീട് ഇത് ചെമ്പായെന്ന് പറയുന്നു ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. അത് തങ്കമായി, തനി തങ്കം 24 കാരറ്റ് തങ്കമാണ് അവിടെ കൊണ്ട് അത് ബോധ്യപ്പെട്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ സംഘമാണ് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മഹസർ അല്ലാതെ അവിടെ ഒരു ഫയലുണ്ട്. ആ ഫയലൊക്കെ SIT രേഖപ്പെടുത്തി എടുത്തിട്ടുണ്ട്. താഴികക്കുടങ്ങൾ അന്ന് പുറത്തു കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ഈ പണികൾ തീർന്ന് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന താഴികക്കുടങ്ങൾ എന്നുവെച്ചാൽ ഈ ശബരിമല ശ്രീകോവിലിന്റെ മേളിലുണ്ടായിരുന്ന പുസ്തകം, അവിടുത്തെ ഗണപതി ക്ഷേത്രത്തിന്റെ അപ്പുറത്തിരുന്നിട്ടുണ്ട്, ഗണപതി ക്ഷേത്രത്തിന്റെ മുകളിലുണ്ടായിരുന്ന ഒന്ന്, നാഗക്ഷേത്രത്തിന്റെ മുകളിലുണ്ടായിരുന്ന ഒന്ന്, ഇത്രയും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ചെമ്പി അപ്പുറത്ത് ഏറ്റവും മുകളില് സ്തൂപി എന്നാണ് പറഞ്ഞത്. അതിന്റെ മുകളില് കൂമ്പാരം പോയി മുകളിൽ ഏറ്റവും ഇളക്കിയെടുക്കാൻ പറ്റും. റൂഫിന്റെ അവിടുത്തെ ഫിറ്റിംഗ് ആണ്. ഇതിന് മൊത്തം ഈ സ്വർണ്ണം ആഡ് ചെയ്യുന്നതിനെല്ലാം പിന്നെ
ദേവന്റെ അനുജ്ഞ വാങ്ങിച്ചാണല്ലോ ചെയ്തത്. ഈ ശ്രീകോവിലിന്റെ പാർട്ടൽ ദേവപ്രസവൽ ശ്രീകോവിലിന്റെ പാർട്ടൽ പാഴ്സലാണ് ഈ സ്തൂപിക, അതിന്റെ താഴികക്കുടം. അപ്പൊ ആ പണിക്കുള്ള അനുജ്ഞ വാങ്ങിച്ചു. ശ്രീകോവിലിന്റെ തൊടുപണി ചെയ്യുന്നതിനെല്ലാം തന്നെ ഭഗവാന്റെ അനുവാദം കഴിച്ച് നിശ്ചിത ദിവസം ചെയ്യണം എന്ന് തീരുമാനിച്ച് ആ അനുമതി വാങ്ങിച്ച് ചെയ്യാൻ നിർവാഹമുണ്ട്. അതങ്ങനെയാണ്. സാർ, ഈ താഴികക്കുടം എന്ന് പറയുന്നത് എന്താണ് സാർ യഥാർത്ഥത്തില്? അതിനകത്ത് ഇരിടിയം പോലുള്ള പവറൊക്കെ ഉണ്ട്. അതുണ്ടാവാൻ സാധ്യത, കാരണം വർഷങ്ങളായി ശബരിമല ശ്രീകോവില് ചെമ്പ് കൊണ്ട് ഒഴുകുകയും അതിന്റെ മുകളിലെ താഴികക്കുടങ്ങൾ ചെമ്പായിരിക്കുകയും വർഷങ്ങളിരുന്നാൽ ഇങ്ങനെ ഒരു പ്രത്യേക ശക്തി ഉണ്ടാകുമെന്നും അത് പിന്നീട് ISRO ഒക്കെ അത് നോട്ടിഫൈ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ നാട്ടിൽ നടക്കുന്നത് പോലെ അത് എവിടെ നിന്ന് എടുക്കും എന്തെടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതുപോലുള്ള പഴയ തറവാടുകളുടെ ഈ പിന്നെ ഓടിട്ട തറവാടിന്റെ മൂലയ്ക്ക് നാഗപത്തികളിലും ഒക്കെ ഇത് കണ്ടിട്ടുണ്ടെന്നൊക്കെ ഇക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ISROയുടെ ഒരു പഠനത്തിൽ ഇത് അവർക്ക് ഉപയുക്തമായി പവർ എടുക്കുന്നതായിട്ട് പണ്ട് ഏതോ ഒരു ലേഖനത്തിൽ നമ്മുടെ നേരത്തെ ചെയർമാൻ പഠിക്കണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ശാസ്ത്രജ്ഞനായിരുന്നല്ലോ, ISRO ശാസ്ത്രജ്ഞനായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപതിയായിരുന്നു അബ്ദുൽ കലാമാണ്. അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു ലേഖനം എഴുതിയത് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു പവർ ഉണ്ടാവും, ആ പവർ നാസയിലൊക്കെ ഉപയോഗിക്കാം, പവർ എടുത്തിട്ട് ഉപയോഗിക്കാവുന്നൊക്കെ. 18 കോടി രൂപ മുടക്കിയ വിജയ് മല്യയ്ക്ക് ഈ കുടങ്ങൾക്കകത്ത് ലക്ഷം കോടി വില മതിപ്പുള്ള ഇറിഡിയം പവർ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയതിനു ശേഷം ഇത് അടിച്ചു മാറ്റി ഇതിനകത്തുള്ള പവർ എടുക്കാനായിട്ടാണോ ഈ 18 കോടി രൂപ ശ്രീകോവിലിന് വേണ്ടി ചെലവഴിച്ചത് എന്നൊരു സംശയം വിലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് സാർ. ഇദ്ദേഹം ഇതിനകത്തുള്ള നിധി എടുക്കാൻ വേണ്ടിയിട്ടല്ല. അത് നമ്മൾ തള്ളിക്കളയാവുന്ന കാര്യമല്ല. കാരണം ഈ പണി കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് 2007 2006 2005 ഞാൻ വിജിലൻസ് ഓഫീസറായിരുന്നപ്പോൾ ഞാൻ ശബരിമല പോയിട്ട് ഈ വർക്ക് ചെയ്ത സ്റ്റോർ സന്ദർശിച്ച് മാളികപ്പുറത്ത് ഇതുപോലെ എടുത്തുകൊണ്ട് പോയി അതും പുതിയ ചെമ്പിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു എന്നാണ് പിന്നീട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 3, 5, 4, 9 അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതവിടെ കാണാൻ കഴിഞ്ഞില്ല. മറിച്ച് മറ്റുള്ള ചെമ്പ് സാധനങ്ങളെല്ലാം ഈ റൂഫിന്റെ ചെമ്പ് ഓലകളും ഒക്കെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. സാർ, ഞാൻ ചോദിക്കാൻ കാരണം ഈ താഴികക്കുടങ്ങൾ പുറത്തു കൊണ്ടുപോയതായിട്ട് അറിയാം. ആ കൊണ്ടുപോയ താഴികക്കുടങ്ങൾ തന്നെയാണോ തിരികെ കൊണ്ട് ശ്രീകോവിലിന്റെ മുകളിൽ സ്ഥാപിച്ചത് എന്ന് അല്ല, അത് വളരെ വ്യക്തമാണ്. കാരണം 1900 കിലോ 22 kg ചെമ്പ് അവിടെ കൊണ്ടുവന്നു. ശബരിമല വെച്ച് തന്നെയാണ് ആ ചെമ്പിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ താഴികക്കുടം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. പിന്നെ ദ്വാരപാല വിഗ്രഹങ്ങളിൽ സ്വർണം ക്ലാഡ് ചെയ്യണം ഈ ചെമ്പിന്റെ പ്രതലത്തിന് പറ്റും. അപ്പൊ അതിന്റെ മോൾഡ് അനുസരിച്ച് ചെമ്പ് കൊണ്ടൊരു മോൾഡ് ഉണ്ടാക്കി ആ ചെമ്പിന്റെ മോൾഡിൽ സ്വർണം ക്ലാഡ് ചെയ്താണ് അർപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ശ്രീകോവിലിന്റെ കഥകിൽ ആ പാളികളിൽ ചെമ്പ് കൊണ്ട് അതേ രൂപത്തിൽ മോൾഡ് ഉണ്ടാക്കി അതിലാണ് സ്വർണം ഒട്ടിക്കുന്നത്. അല്ലാതെ തടിയിൽ സ്വർണം ഒട്ടിക്കാൻ പറ്റില്ല. അതുപോലെ ഈ ശ്രീകോവിലിന്റെ ചുവരുകളിലുള്ള അയ്യപ്പ ചരിതങ്ങൾ, ആ അയ്യപ്പ ചരിതവും നമ്മൾ ചെമ്പ് കൊണ്ട് മോൾഡുണ്ടാക്കി ആ മോൾഡിലാണ് സ്വർണ്ണം കാടി. അല്ല സാർ, ഞാൻ ചോദിച്ചത് താഴികക്കുടങ്ങൾ, ഈ താഴികക്കുടം അവിടെ നിന്ന് വിജയ് മല്യയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പുറത്തു കൊണ്ടുപോയതായിട്ട് അവിടെ വ്യക്തമായ തെളിവുണ്ട്. അത് നമുക്കറിയില്ല, കാരണം അതവിടെ കണ്ടില്ല. നമ്മൾ അവിടെ സ്റ്റോറിലും അവിടെയും പരിശോധിച്ചപ്പോ പഴയ സാധനങ്ങൾ ഈ താഴികക്കുടം മാത്രം കാണാൻ പറ്റില്ല, ബാക്കിയെല്ലാം പുറത്തു കൊണ്ടുപോയതായിട്ടും തിരിച്ചു കൊണ്ടുവന്ന താഴികക്കുടവും അവിടെ ആദ്യം ഉണ്ടായിരുന്ന താഴികക്കുടവും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു ഇല്ല സാർ. ഇന്നിപ്പോ അതിന് കാരണമൊന്നുമില്ല. അതിന്റെ ഈ താഴികക്കുടം അവിടെ നേരത്തെ ഉണ്ടായിരുന്നത് എടുത്ത് അതുപോലെ പുതിയ ചെമ്പ് കൊണ്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ക്ലാഡ് ചെയ്ത് വെച്ചതാണ്. അത് നമുക്കറിയാം. അവിടെ ഇരുന്ന ചെമ്പിലല്ല സ്വർണ്ണം ഒട്ടിച്ചത്. അവിടെ ഇരുന്ന താഴികക്കുടങ്ങൾ മാറ്റുകയും 1900 കിലോ ചെമ്പ് കൊണ്ടുവന്ന് പുതിയ താഴികക്കുടങ്ങൾ അതേ അളവിൽ ഉണ്ടാക്കുകയും ആ പുതിയ ഉണ്ടാക്കിയ താഴികക്കുടങ്ങളിലാണ് സ്വർണ്ണം ഒട്ടിച്ചത്. അപ്പൊ പഴയ താഴികക്കുടങ്ങൾ എന്ത് ചെയ്യും? അതേസമയം ശ്രീകോവിലിന്റെ പഴയ ചെമ്പോലകൾ അവിടെ ഉണ്ട്, മൊത്തമുണ്ട്.
അതും പുതിയത് ഇത് ചെയ്താണ് അതിൽ ക്ലാഡ് ചെയ്തത്. പക്ഷെ ആ ചെമ്പോലകൾ ഇപ്പൊ അവിടെയുണ്ട്, മറ്റേതൊന്നും കാണാനില്ല. സർ, ദാരുശില്പങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിഗ്രഹങ്ങളെല്ലാം തന്നെ ശ്രീകോവിനുള്ളിൽ വെച്ച് ചെമ്പ് പൂശുകയും ഈ താഴികക്കുടങ്ങൾ മാത്രം പുറത്തു കൊണ്ടുപോവുകയും ചെയ്തതിന്റെ പിറകിൽ എന്തോ ഒരു അഴിമതി സാധ്യത. താഴികക്കുടങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞില്ല. അതായത് താഴികക്കുടത്തിനകത്താണല്ലോ സാർ ഇത്രയും വലിയ പവറുള്ള ഇരിഡിയം പോലുള്ള പവറുള്ള സാധനങ്ങൾ അതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വിജയ മല്യ കോടീശ്വരൻ ഇവിടെ വന്ന് 18 കോടി മുടക്കുന്നത്. ഒന്നും കാണാതെ 18 കോടി രൂപ മുടക്കിയതാണോ? അത് തള്ളിക്കളയേണ്ട. കാരണം നമ്മുടെ മുമ്പിലുള്ള പ്രധാന തെളിവെന്ന് പറയുന്നത് ഈ ശബരിമല ശ്രീകോവിലിൽ ഈ 99-ൽ സ്വർണം ക്ലാഡ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെ അമാൽഗമേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ചെമ്പ് കൊണ്ടുള്ള അതിന്റെ റൂഫ് അവിടെയുണ്ട്. ആ ചെമ്പ് കൊണ്ടുള്ള താഴികക്കുടകൾ മാത്രം കാണാനില്ല. അതിനു പകരം പുതിയ ചെമ്പ് കൊണ്ട് താഴികകൾ ഉണ്ടാക്കിയാണ് സ്വർണം ഒട്ടിച്ചതെന്ന് വ്യക്തമാണ്. സാർ നേരത്തെ സംസാരിച്ചും പറഞ്ഞിരുന്നു സ്വർണ്ണമല്ല തങ്കമാണ് അവിടെ, തങ്കമാണ്, അതിനുള്ള രേഖകളും ഉണ്ടെന്ന് സാർ. പക്ഷെ ഉണ്ണികൃഷ്ണ പോലുള്ള ഒരു മൊഴിയിലുള്ളത് അത് ചെമ്പാണെന്നാണല്ലോ സാർ. അത് സ്വർണ്ണമല്ല തങ്കമല്ല ചെമ്പാണ് അതെങ്ങനെയാണ് സാർ അങ്ങനെ പറയാൻ കഴിയുക? അതൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അത് ചെമ്പ് തെളിയാൻ പറ്റത്തില്ല. അതിനകത്ത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ഇവര് രണ്ടാമത് ഇത് ഈ ഫെയ്ഡായി എന്നാണ് പറയുന്നത്. ആളുകളുടെ നാണയം വീഴി തൊടുകയും ഒക്കെ ചെയ്ത ദ്വാരപാല വിഗ്രഹങ്ങൾ ചെമ്പായി പോയി എന്ന് അവർ പറയുന്നത്. എവിടെങ്കിലും അതിന്റെ നിറം മങ്ങി കാണാം സാധ്യത. ബട്ട് അത് അതിന്റെ സ്വർണങ്ങൾ പോയതല്ല. കാരണം അവിടെയൊക്കെ 4 or 5 ലെയർ സ്വർണ ഷീറ്റുകൾ ഒട്ടിച്ചാണ് ആദ്യം അമാൽഗമേഷൻ നടത്തിയത്. ഈ ഒട്ടിച്ച പ്രതലത്തിലേക്ക് യാതൊരു കാരണവശാലും ഇത് പ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്വർണം പ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് പ്ലേറ്റ് പിടിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ അമാൽഗമേറ്റ് ചെയ്ത സ്വർണം ഏതെങ്കിലും വഴിയിൽ ആ പ്രതലത്തിൽ നിന്ന്, ആ ചെമ്പ് പ്രതലത്തിൽ നീക്കം ചെയ്തതിന് ശേഷമേ അതിലേക്ക് സ്വർണം നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് നന്നാക്കാൻ എടുത്തുകൊണ്ട് പോയവർ ആ സ്വർണം ആസിഡ് പ്രോസസ്സിലൂടെ സ്വർണം ഇളക്കിയെടുത്തിട്ട് അവിടെ അതിന്റെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി സ്വർണം ഗോൾഡ് പ്ലേറ്റ് ചെയ്തെന്നാണ് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ളത്. ആ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് നിക്കലിന്റെ അംശം കണ്ടു ലാബ് ഇപ്പം നമുക്ക് ഒരു 250 സ്വർണ്ണ കൊടിമരമുണ്ട് ദേവസ്വം ബോർഡ് ഭരണം. ഈ സ്വർണ്ണ കൊടിമരത്തിലെ ചെമ്പ് പറയില് സ്വർണം ഒട്ടിച്ചാണ് കൊടിമരം ഉണ്ടാകുന്നത്. സാധാരണ ഒരു അമ്പലത്തിലെ ഒരു സ്വർണ്ണ കൊടിമരത്തിന് ഈ മെർക്കൂറി പ്രോസസ് വഴി ഈ സ്വർണം ഒട്ടിച്ച് ചേർക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സ്വർണം പൂശണമെങ്കിൽ ഒരു 10 കിലോ സ്വർണം വേണമെന്ന് വയ്ക്കുക. മറിച്ച് അതിന് പകരം പ്ലേറ്റ് ചെയ്യാനാണെങ്കിൽ 1 കിലോ സ്വർണം. അപ്പൊ ഇത്രയും സ്വർണം ലാഭിക്കാൻ കഴിയും. ഇത് പ്രോസസ്സിലൂടെ തിരിച്ചെടുത്താൽ അവർക്ക് എടുക്കാനും കഴിയും. അതേസമയം ഈ ഗ്ലാഡ് ചെയ്ത സ്വർണം, അമാൽഗമേറ്റ് ചെയ്ത സ്വർണം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇലക്ട്രോണിക് മെത്തേഡ് വെച്ച് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ആസിഡിൽ ലയിപ്പിച്ച് സ്വർണം മാറ്റി അത് പിന്നീട് സ്വർണം കൈക്കലാക്കാം. അതായിരിക്കും. കാരണം ഒരു 10 ഇരട്ടി സ്വർണം പ്ലേറ്റ് ചെയ്യാൻ വേണ്ട ക്വാണ്ടിറ്റിയുടെ 10 ഇരട്ടി സ്വർണം ഈ ക്ലാഡ് ചെയ്യാൻ വേണം, അമാൽഗമേറ്റ് ചെയ്യാൻ വേണം. സാർ, ഈ താഴികക്കുടങ്ങൾ പുറത്തു കൊണ്ടുപോയത് വിജയ് മല്യയും ഇതേക്കുറിച്ച് അറിവുള്ള ഉദ്യോഗസ്ഥരും ചേർന്നാണ്. ഇതിലൊരു അഴിമതി ഉണ്ടെന്ന്, ഈ അഴിമതി പുറത്തു വരണമെന്നും ക്രൈം സംഘവും അതൊരു കേസ് ഫയൽ ചെയ്യുകയാണ്. അതില് അദ്ദേഹത്തെ കുറ്റപ്പണം കേട്ടോ. അല്ല, അതിനൊരു സാങ്കത്യമുണ്ട്. അതൊരു തെറ്റായ പ്രചാരണമല്ല. കാരണം UV ഗ്രൂപ്പ് കൊണ്ടുവന്ന് ഇത്രയും സ്വർണം അവിടെ കൊടുത്തു. എനിക്ക് വേറൊരു കാര്യം അറിയാം. അന്നത്തെ പ്രസിഡന്റിന് ഒരു ബ്രാൻഡ് ന്യൂ വാഹനം, കാറ് സംഭാവനയായിട്ട് UV ഗ്രൂപ്പ് കൊടുത്തു. അതുപോലെ അന്നത്തെ ഒരു VGK മേനോൻ എന്ന് പറയുന്ന മെമ്പറുടെ പ്രസിഡന്റ് VGK മേനോൻ, അദ്ദേഹം മരിച്ചു. VGK മേനോൻ പിന്നെ
വി ഗോപാലകൃഷ്ണൻ മേനോൻ. അപ്പൊ അത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് അതെ. ആലപ്പുഴയാണ്, അവലൂക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്നത്തെ മെമ്പർ, പിന്നെ ഒരു മെമ്പർ അദ്ദേഹം പിന്നെ പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരു മകന് മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുത്തേക്കാം. എന്തിനാണ് ഇത്രയും വലിയൊരു കമ്പനി ഈ ഇത്രയും കോടി രൂപ മുടങ്ങും, 34 കിലോ തങ്കം, 190 1900 കിലോ ചെമ്പ് ഉപയോഗിച്ച് ഇങ്ങനൊരു ഓഫറിങ്സ് നടത്തുന്നത്? എന്തിനാണ് അദ്ദേഹം ഇതുപോലുള്ള ഒരു പാരിതോഷികം കൊടുത്ത് ഉള്ള കാര്യം സംശയാസ്പദമാണ്. 2, ഈ 9 താഴികക്കുടങ്ങളും പിന്നീട് അവിടെ എങ്ങും കാണാൻ കഴിയുന്നില്ല. ഫ്ലാറ്റ് രൂപം പണ്ടേ വർഷങ്ങളായിട്ട് അഭ്യർത്ഥിച്ച ഇത് കഴിഞ്ഞ് UB ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ പൊതുസ്ഥിതി പെട്ടെന്ന് വളരുകയായിരുന്നു. കിങ്ഫിഷർ എയർവേസിലേക്ക് ആ കമ്പനി വളർന്നായിട്ടാണ്. പിന്നീട് അത് നശിച്ചു, അത് വേറെ കാര്യം. അപ്പൊ അവരുടെ ഈ കമ്പനി നിയമങ്ങൾ അനുസരിച്ച് അവരുടെ ആസ്തികൾ വർദ്ധിച്ച അക്കാലത്ത് പറഞ്ഞു. UB ഗ്രൂപ്പിന്റെ അന്ന് പങ്കെടുത്ത രവി നെടുങ്ങാടി എന്ന് പറഞ്ഞ അവരൊരു ഓഡിറ്ററാണ്. അപ്പൊ അദ്ദേഹത്തെ കണ്ട് ചോദിച്ച ആ കാര്യത്തിൽ അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സാധനം അവിടെ ഇല്ല, ഒന്നുകിൽ ഇവരെടുത്തു പോയി, അല്ലെ വേറെ ആരെങ്കിലും കടത്തിക്കൊണ്ടുപോയി. സാധനം അവിടെ ഇല്ല. തീർച്ചയായിട്ടും ശബരിമലയിലെ അരവണ അഴിമതിയെ പോലെ തന്നെ താഴികക്കുടങ്ങളുടെ പിറകിലും അഴിമതി ഉണ്ട്. അത് അഴിമതി അന്വേഷണം അത് പുറത്തു വരുന്നത് വിശ്വാസികൾ മാത്രം. പക്ഷെ ഇത്രയും കാലം ഈ മുമ്പുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ സത്യം. താഴികക്കുടങ്ങൾ, യഥാർത്ഥ താഴികക്കുടങ്ങൾ നഷ്ടപ്പെട്ടു. അത് കാരണം അതിന്റെ വളരെ സീരിയസ് ആയിട്ട് അതിപ്രാചീനമായ വർഷങ്ങളായിട്ട് അവിടെ ശ്രീകോവിലിന്റെ മുകളിലും അവിടെ ഗണപതി ക്ഷേത്രത്തിന്റെ മുകളിലും നാഗരുടെ മുകളിലും മാളികപ്പുറത്തും ഉണ്ടായിരുന്ന ഈ 9 താഴികക്കുടങ്ങൾ പോയി എന്നുള്ളതും പകരം UB ഗ്രൂപ്പ് 99 ഈ പുതിയ ചെമ്പ് കൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചതായി ഉറപ്പാണ്. അപ്പൊ പഴയ സാധനങ്ങൾ അവിടെ വേണം. മറിച്ച് ശ്രീകോവിലിന്റെ മുമ്പിലുള്ള ചെമ്പ് പാളികൾ അവിടെ ഉണ്ട് തന്നെ. സാർ, അപ്പോൾ ഈ ശ്രീകോവിലുള്ള ആചാരങ്ങളെ പോലും ഇവർ ആചാരങ്ങളാണോ അവരുടെ ലാഭേച്ഛ കൊണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് ഇതിനകത്ത് നിന്ന് നേടാൻ പോകുന്ന വലിയ സമ്പത്തിന്റെ ഒരു ആവേശത്താലോ ആണ് ഇത്തരം ഒരു പ്രക്രിയയുമായിട്ട് അവര് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റ് സാർ. കാരണം ശ്രീകോവിലിനുള്ളിൽ സ്വർണം പൂശാനുള്ള ഭയങ്കര അയ്യപ്പ ഭക്തനായ വിജയ മല്യയുടെ യഥാർത്ഥ മുഖവും യഥാർത്ഥ ഉദ്ദേശവും വേറെയായിരുന്നു. 18 കോടി അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ട് മുടക്കിയതല്ല വിജയ മല്യ. കോടികൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് ഉദ്യോഗസ്ഥരുടെ കൂടെ അവയർനെസ്സോടുകൂടി തന്നെ താഴികക്കുടം പുറത്തോട്ട് കടത്തുകയും അല്ലെങ്കിൽ സാർ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കും അവിടെ അന്ന് ഈ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാർക്ക് പലർക്കും ഇത് എവിടെയെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് തോന്നുന്ന ഉദ്യോഗസ്ഥന്മാര് ചിലപ്പോ അറിയണമെന്നില്ല, ഈ സാധനം അവിടുന്ന് പോയിട്ടുണ്ട്. അത് ഉറപ്പാണ്. അപ്പൊ ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നന്ദകുമാർ പിന്നെ കേസ് ഫയൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങള് കോടതി വഴി തന്നെ മുന്നോട്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സാർ, ഇത്രയും പ്രസക്തമായ വിവരങ്ങൾ നമ്മോട് പങ്കുവച്ചത് CR രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം സത്യസന്ധനായ ഓഫീസറായതുകൊണ്ട് സത്യങ്ങൾ പറയാൻ അദ്ദേഹത്തിൽ യാതൊരുവിധ ഭയപ്പാടുമില്ല എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ തന്നെ തയ്യാറായത്. സാർ, ഇത്രയും വളരെ വളരെ രഹസ്യമായിട്ടുള്ള ഇത്രയും വലിയ കാര്യങ്ങൾ ക്രൈമിനോട് പങ്കുവച്ച എനിക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. സ്പെഷ്യലി ചായക്ക് സർ. നമസ്കാരം. ഞാനത് പറഞ്ഞ JNR ജുവലറി ചെന്നൈ. ഈ JNR ജുവലറിയാണ് ഈ സ്വർണം പൂശാനുള്ള കോൺട്രാക്ട് ഏറ്റെടുത്തത്. അതെ അതെ, അവരാണ് തൊഴിലാളിയെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട്. അതിലൊരു 3 മലയാളികളുണ്ടായിരുന്നില്ലേ? രമേശ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 3 മലയാളികളുടെ ഒപ്പം ഈ ഉണ്ണികൃഷ്ണ പോറ്റിയെ പലപ്പോഴും അമ്പലത്തിനുള്ളിൽ ഉണ്ടായിരിക്കും. അതൊന്നും തർക്കം തള്ളികളാൻ പറ്റും. 2003 2004 അയാൾ അവിടെ ഉണ്ട്. ഓക്കെ സർ, താങ്ക് യു.